ഇവിടെ മരിച്ചുപോയ ഒരുത്തൻ ഒരു ഡോഗായി പുനർജനിച്ച് അവന്റെ ഫാമിലിയെ തേടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവന്റെ മകൻ സ്കൂൾ കഴിഞ്ഞതും കാറിൽ കയറി പോകുന്നത് കണ്ടത്. പെട്ടെന്ന് ഓടി വന്ന് അവരുടെ അടുത്ത് സംസാരിക്കാൻ ട്രൈ ചെയ്തു. എന്നാൽ ആ നായിയെ കണ്ടതും അവന്റെ വൈഫ് കടിക്കാൻ വന്നതാണെന്ന് തെറ്റിദ്ധരിച്ച് വിൻഡോ ക്ലോസ് ചെയ്തു. അതിനെ പുറത്താക്കി. അതിനും വേറെ വഴിയില്ലാതെ ആ കാറിന്റെ പിന്നാലെ തന്നെ വീട് വരേക്ക് ഓടി വന്നു. ഇപ്പൊ ഇവനും ഇത്ര ദൂരെ ഓടി വന്നത് കണ്ടതും ആ പയ്യൻ അമ്മയുടെ അടുത്ത് ആ ഡോഗിനെ നമുക്ക് തന്നെ വളർത്തിക്കൂടെ എന്ന് പറഞ്ഞ് കെഞ്ചി. മകന് വേണ്ടി അവള് ഓക്കെ എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ വീടിന്റെ അകത്തേക്ക് കയറ്റിയതും ഓടി വന്ന് അവന്റെ മകനെ കെട്ടിപ്പിടിച്ചു. ഉമ്മയെല്ലാം കൊടുത്തു. അതിനുശേഷം ഒരു ദിവസം ഈ പയ്യൻ അവന്റെ ടോയ്സ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവന്റെ ടോയ് എടുത്ത് മനഃപൂർവ്വം വേറെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു. ഇപ്പൊ ഈ നായിയാണ് ആ ടോയ് ഒളിപ്പിച്ചു വെച്ചതെന്ന് കണ്ടുപിടിച്ചതും ഇവൻക്ക് ഇവന്റെ അച്ഛനെ കുറിച്ച് ഓർമ്മ വന്നു. സോ അച്ഛനെ മറവ് ചെയ്ത സ്ഥലത്തേക്ക് ആരും അറിയാതെ വന്നു. അതറിയാതെ അവിടെ വന്ന വാച്ച്മാനും ഗേറ്റ് പൂട്ടിയിട്ട് പോയി. ഇവൻ അവിടെ പെയ്തുകൊണ്ടിരിക്കുന്ന മഞ്ഞിൽ പെട്ട് എന്ത് ചെയ്യുമെന്ന് പോലും അറിയാതെ ഇരിക്കുകയാണ്. എന്നാൽ ഇവന്റെ ഭാഗ്യത്തിന് ഇവന്റെ അച്ഛനും ഡോഗിന്റെ രൂപത്തിൽ വന്ന് അവനെ സേഫ് ആക്കി വെച്ചു. അടുത്ത കുറച്ചു നേരത്തിൽ തന്നെ ഇവനെ അന്വേഷിച്ച് അവന്റെ അമ്മ അവിടേക്ക് വന്നു. അപ്പോഴാണ് അവരുടെ അടുത്തും ആ കല്ലിൽ എഴുതിയിരിക്കുന്ന കാര്യം ക്ലീൻ ചെയ്ത് കാണിക്കുന്നത്. അതിൽ ഇവൻ ജീവനോടെ ഇരിക്കുമ്പോൾ പറഞ്ഞ കാര്യം, ഞാൻ എപ്പോഴും നിങ്ങളെ സംരക്ഷിച്ച് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്.